ഹായ് മകളെ, വെൽക്കം ടു എജ്യുപോഡ്. നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ 4ാം പാഠം ട്രീ ഓഫ് ലൈഫ് അഥവാ ജീവന്റെ വൃക്ഷം എന്ന് പറയുന്ന പാഠത്തിന്റെ വൺ ഷോട്ട് പെട്ടെന്നുള്ള റിവൈസ് ക്ലാസ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അഥവാ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു 15 മിനിറ്റ് കൊണ്ട് ഈ പാഠം മൊത്തം നമ്മൾ റിവൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, എല്ലാം പഠിച്ച മക്കൾക്ക് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ചുക്കും അറിയാത്ത മക്കൾക്ക് ലേശം ഈ പാഠത്തെ ഒരു ഐഡിയ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അല്ലേ A+ ലെവലിലൊന്നും നിങ്ങൾ ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾ മാർക്ക് പ്രതീക്ഷിക്കരുത്. ഇത് മാത്രം കണ്ടാൽ നിങ്ങൾക്ക് ഒരു A ലെവൽ വരെയൊക്കെ മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ഒരിക്കലും ഇത് മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകരുത്. റെഡിയല്ലേടാ? പെട്ടെന്ന് നമ്മൾ ക്ലാസ്സിലോട്ട് പോവുകയാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, പാഠത്തിന്റെ പേരും ജസ്റ്റ് നോക്കാം. ട്രീ ഓഫ് ലൈഫ് ആണ്, ജീവന്റെ വൃക്ഷം. തുടക്കത്തിൽ നമുക്ക് ചില ഏർലി ക്ലാസിഫിക്കേഷൻ ഹിസ്റ്ററിയാണ് പഠിക്കാനുള്ളത്. കുറെ മുന്നേ പണ്ട് കാലം മുതലേ ജീവികളെ വർഗീകരിക്കാറുണ്ടായിരുന്നു, ക്ലാസിഫൈ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ചോദിക്കും, അല്ല മാഷേ എന്തിനാണ് ക്ലാസിഫിക്കേഷൻ അല്ലേ, എന്തിനാണ് വർഗീകരണം? വളരെ ചുരുങ്ങിയ ഒരു സിമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ക്ലാസ്സിൽ തന്നെ ആൺകുട്ടികൾ ഒരു സൈഡിലും പെൺകുട്ടികൾ മറ്റൊരു സൈഡിലായിരിക്കും. നമ്മൾ ആൺകുട്ടികളൊന്നും പെൺകുട്ടികളൊന്നും എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതെന്തിനാ മാഷേ? വളരെ സിമ്പിൾ ആണല്ലേ. നമുക്ക് പെട്ടെന്ന് തന്നെ കുട്ടികളെ പഠിക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും വളരെ സിമ്പിളാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, വർഗീകരിച്ചിട്ടുള്ളത്. ഇതേപോലെ ജീവലോകത്തുള്ള എല്ലാ ജീവികളെയും നമ്മൾ ഓരോ രൂപത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, വർഗീകരിച്ചിട്ടുണ്ട്. ഇത് പണ്ട് മുതലേ നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പണ്ട് കാലത്തൊക്കെ ജീവിയെ വർഗീകരിച്ചത് എങ്ങനെയാണെന്ന് അറിയോ? ഉപയോഗമുള്ളത്, ഉപയോഗമില്ലാത്തത്, യൂസ്ഫുള്ള്, നോൺ യൂസ്ഫുൾ എന്ന രീതിയിലായിരുന്നു ആദ്യകാലങ്ങളിൽ ജീവികളെ വർഗീകരിച്ചിരുന്നത്. പിന്നീട് ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ വന്നു, പല രീതിയിൽ പല ജീവികളെയും വർഗീകരിച്ചു. ആദ്യം അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന നമ്മുടെയൊക്കെ ബയോളജിയുടെ പിതാവ്, ഡാഡി, അച്ഛനിലെ ബാപ്പ എന്നൊക്കെ പറയുന്ന അരിസ്റ്റോട്ടിലാണ് പണ്ട് കാലത്ത് ജീവികളെ ചുവന്ന രക്തമുള്ളവരും ചുവന്ന രക്തമില്ലാത്തവരും എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്തു വർഗീകരിച്ചു. പിന്നീട് തിയോഫ്രാസ്റ്റസ് എന്ന് പറയുന്ന ഒരു സുഹൃത്തിലെ ഒരു സയന്റിസ്റ്റ്, ഒരു ശാസ്ത്രജ്ഞൻ സസ്യങ്ങളെ ക്ലാസിഫൈ ചെയ്തു. ജന്തുക്കളെ അദ്ദേഹം മൈൻഡ് ആക്കിയതേ ഇല്ലല്ലേ. എന്തൊരു ജാട അല്ലേ. അതെ, ഓർത്ത് വെക്കണം. തിയോഫ്രാസ്റ്റസ് ട്രീ എന്ന് ഓർത്ത് വെക്കട്ടോ. തിയോഫ്രാസ്റ്റസിനെ ട്രീ എന്ന് ഓർത്ത് വെക്കുക. അഥവാ സസ്യങ്ങളെ മാത്രമാണ് ക്ലാസിഫൈ ചെയ്തത്. സസ്യങ്ങളെ മൂന്നാക്കിയിട്ട് മാറ്റി ട്രീസ്, ഷ്രബ്, ഹെർബ് അഥവാ സസ്യങ്ങളെ, മരങ്ങള്, കുറ്റച്ചെടികൾ, ഔഷധികൾ എന്ന രീതിയിൽ 3 ആക്കിയിട്ട് മാറ്റി. പിന്നീട് വന്നൊരു ശാസ്ത്രജ്ഞനായിരുന്നു ജോൺ റേ. 17ാം നൂറ്റാണ്ടിൽ വന്ന ജോൺ റേ എന്ത് ചെയ്തോടാ, ആദ്യമായിട്ട് ഒരു സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ശാസ്ത്രീയ വർഗീകരണ രീതി തുടക്കം കുറിച്ചത് ജോൺ റേ ആയിരുന്നു. സ്പീഷീസ് എന്നുള്ള വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചതും ജോൺ റേ ആയിരുന്നു. 17ാം നൂറ്റാണ്ടിലാണ് കേട്ടോ. പിന്നീട് 18ാം നൂറ്റാണ്ടിൽ കാൾ ലിനേഴ്സ് എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ടാക്സോണമിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് കാൾ ലിനേഴ്സ് എന്ന് പറയുന്നത്. കാൾ ലിനേഴ്സ് 7 വർഗീകരണ തലങ്ങൾ നിർദ്ദേശിച്ചു. അതുപോലെ തന്നെ ശാസ്ത്രീയ നാമത്തിന് അടിത്തറ പാകി ടാക്സോണമിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് കാൾ ലിനേഴ്സ് ആണ്. പിന്നെ ഏണസ്റ്റ് ഹക്കൾ 19th സെഞ്ചുറിയിൽ 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. എന്ന് വെച്ചാൽ എന്താണ്, ഈ ഭൂലോകത്തുള്ള എല്ലാ ജീവികളെയും 3 കിങ്ഡങ്ങളാക്കിയിട്ട് മാറ്റി. കിങ്ഡം അനിമേലിയ, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം പ്രൊട്ടിസ്റ്റ. ആനിമൽസ്, ജന്തുക്കളെ കുടുംബം എന്ന് പറയുന്ന ഒരു കിങ്ഡം ഉണ്ടാക്കി. സസ്യങ്ങൾ വേറെ കിങ്ഡം ഉണ്ടാക്കി. ഈ 2 ജന്തുവും അതുപോലെ തന്നെ സസ്യങ്ങളല്ലാത്ത ബാക്കിയുള്ള എല്ലാവരെയും കിങ്ഡം പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന ഒരു കിങ്ഡത്തിലും ഉൾപ്പെടുത്തി. അതിൽ നിന്ന് പിന്നീട് വീണ്ടും ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ വന്നു. പിന്നീട് വന്നതാണ് റോബർട്ട് എച്ച് വിറ്റാക്കർ. നമ്മുടെ 1969 റോബർട്ട് എച്ച് വിറ്റാക്കർ അദ്ദേഹത്തിന് ക്ലാസിഫിക്കേഷൻ ലെവൽസ് കൊണ്ടുവരുന്നത്. അദ്ദേഹം കൊണ്ടുവന്ന് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. ഭൂലോകത്തിലെ എല്ലാ ജീവികളെയും 5 കിങ്ഡങ്ങളാക്കി മാറ്റി. കൂടുതൽ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കാൾ ലോവ്സ് എന്ന് പറയുന്ന ആൾ 1972 നമ്മുടെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുന്നുണ്ട്. ഭൂലോകത്തിലെ എല്ലാ ജീവികളെയും 6 കിങ്ഡങ്ങളാക്കി മാറ്റി. അതായത് നമ്മുടെ കിങ്ഡം മൊനീറ എന്ന് പറയുന്ന നമ്മുടെ RH വിറ്റാക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ ബാക്ടീരിയ കുടുംബത്തെ അദ്ദേഹം ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 കിങ്ഡങ്ങളാക്കി മാറ്റി. കിങ്ഡം യു ബാക്ടീരിയ എന്നും കിങ്ഡം ആർക്കി ബാക്ടീരിയ എന്നും 2 ആക്കി മാറ്റി. പിന്നെ സാധാ പോലെ ബാക്കിയുള്ള 4 ഈ പറഞ്ഞ 2 കൂട്ടി 6 കിങ്ഡങ്ങളാണ് കാൾ ലോവ്സ് വർഗീകരിച്ചത്. റെഡി അല്ലേടാ? പിന്നെ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാണ്ടാവുക ടാക്സോണമി എന്താന്നുള്ളതാണ് കേട്ടോ. ടാക്സോണമി അല്ലെങ്കിൽ വർഗീകരണ ശാസ്ത്രം വളരെ സിമ്പിളാടാ. ശാസ്ത്രീയപരമായിട്ട് എന്ത് ചെയ്യുക, ഒരു ജീവിയെ വർഗീകരിക്കുക. അങ്ങനെ മാഷെ, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ജീവിയെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അതിനെ ഒന്ന് നിരീക്ഷിക്കുക.
തൊട്ടപ്പുറത്ത് കാണാം, അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു ജീവികളുമായിട്ട് അതിനെ എന്ത് ചെയ്യടാ, താരതമ്യം ചെയ്യുക. അതിനെ സാമ്യതകളെയും വ്യത്യാസങ്ങളെയും സിമിലാരിറ്റീസും ഡിഫറൻസിനെയും കണ്ടെത്തിയിട്ട് അവരെ എന്ത് ചെയ്യടാ, ഗ്രൂപ്പാക്കിയിട്ട് മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ജീവിക്ക് പേര് കൊടുക്കുക. ഈ ഒരു രീതിയാണ് ശാസ്ത്രീയമായിട്ടുള്ള നമ്മുടെ വർഗീകരണ രീതി എന്ന് പറയുന്നത്. അഥവാ അതാണ് എന്താടാ ടാക്സോണമി എന്ന് പറയുന്നത്. ടാക്സോണമിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും കാൾ വൗസ് ആകുന്നു. ഇങ്ങനെ അദ്ദേഹം കാൾ വൗസ് പിന്നീട് കൊണ്ടുവന്നതാണ് ലെവൽസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. 7 ലെവലുകളുണ്ട്: കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. കേട്ടോ, 1 2 3 4 5 6 7 അല്ലേ, റൊണാൾഡോ. 7 ഖണ്ഡങ്ങളാണ്, 7 ലെവൽസ് ആണ് കാൾ ലിനേഴ്സ് കൊണ്ടുവന്നത്. പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി നമ്മൾ എന്താ പഠിക്കാൻ നേരം നിങ്ങൾക്ക് KPC ഓഫ് GS എന്ന് പഠിക്കും. അതെന്താ മാഷ എങ്ങനെ ഇങ്ങോട്ട് നോക്കടാ, KPC ഓഫ് GS എന്ന് പഠിക്കാം. എന്ന് വെച്ചാൽ എന്താ മാഷേ, ഒന്നുമില്ലടാ, വളരെ സിമ്പിളാണ്. K എന്ന് പറഞ്ഞാൽ കിങ്ഡമാകുന്നു, P എന്ന് പറഞ്ഞാൽ ഫൈലം, C എന്ന് പറഞ്ഞാൽ ക്ലാസ്, O എന്ന് പറഞ്ഞാൽ ഓർഡർ, F എന്ന് പറഞ്ഞാൽ ഫാമിലി, G എന്ന് പറഞ്ഞാൽ ജീനസ്, ആൻഡ് S എന്ന് പറഞ്ഞാൽ എന്താടാ സ്പീഷീസ്. എന്നിങ്ങനെ 7 ലെവൽസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആരാ കൊണ്ടുവന്നത്? നമ്മുടെ കാൾ ലിനേഴ്സ് ആണ് കൊണ്ടുവന്നത്. കേട്ടോ, ഇത് 7 പഠിക്കാനുള്ള കോഡാണ് എന്ത്, KPC ഓഫ് GS എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേടാ. അടുത്തത് സ്റ്റെപ്സ് ഇൻ ക്ലാസിഫിക്കേഷൻ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് ചോദ്യമാണ്. ഒരു ജീവിയെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 ഘട്ടങ്ങളുണ്ട്, 3 സ്റ്റെപ്പുകളുണ്ട്. ആദ്യം ആ ജീവിയെ എന്ത് ചെയ്യണം, തിരിച്ചറിയണം അല്ലേ. ആദ്യം ജീവിയെ ഐഡന്റിഫൈ ചെയ്യണം, പിന്നീട് അതിനെ തരം തിരിക്കണം, ആൻഡ് അതിനെന്ത് കൊടുക്കണം, പേര് കൊടുക്കണം, നെയിമിങ് ചെയ്യണം. ഈ 3 സ്റ്റെപ്പാണ് ക്ലാസിഫിക്കേഷൻ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ. റെഡി. അടുത്ത മക്കളെ ജസ്റ്റ് ജനറൽ പോയിന്റുകളാണ്. മനുഷ്യന്മാരെല്ലാം വരുന്ന ജന്തുക്കളൊക്കെ വരുന്നത് കിങ്ഡം ആനിമേലിയയിലാണ്. അതിൽ തന്നെ നെട്ടലുള്ള ജീവികൾ വരുന്ന ഫൈലമാണ് ഫൈലം കോർഡേറ്റ എന്ന് പറയുന്നത്. ഈ ലെവൽസ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ നമ്മുടെ KPC ഓഫ് GS ഇതിൽ ഏറ്റവും താഴെ വരുന്ന ആളാണ് ആര്, എസ്, സ്പീഷീസ്. അഥവാ സ്പീഷീസ് ഈസ് ദ ബേസിക് ഓഫ് ലെവൽസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ബേസിക് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് സ്പീഷീസ് ആകുന്നു. അല്ല മാഷേ, എന്താണ് ഈ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ? അതായത് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവിക ലൈംഗിക ബന്ധത്തിലൂടെ നമ്മുടെ പ്രത്യുൽപാദന ശേഷിയുള്ള കുഞ്ഞുങ്ങളെ, സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ജീവികളാണ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ. അഥവാ ഒരു നായയും ഒരു പട്ടിയും തമ്മിൽ എന്തിടാ ക്രോസ് ചെയ്താൽ സാധാരണ ഒരു കുട്ടി ഉണ്ടാകും. ആ കുട്ടിക്ക് അടുത്ത തലമുറ ഉൽപ്പാദിപ്പിക്കാൻ പറ്റൂലേ? ആ സന്താനത്തിന് പുതിയ സന്താനങ്ങളെ രൂപപ്പെടുത്താൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് പറയാം, ആ നായും ആ പട്ടിയും എന്താകുന്നു, ഒരേ സ്പീഷീസ് ആകുന്നു. അതുപോലെ തന്നെ മക്കളെ നമ്മുടെ മനുഷ്യന്മാരുടെ കേസ്, ഒരാണും ഒരു പെണ്ണും തമ്മിൽ ക്രോസ് ചെയ്താൽ കുഞ്ഞുങ്ങളുണ്ടാകുന്നു. ആ കുഞ്ഞുങ്ങൾക്ക് അടുത്ത തലമുറ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പൊ നമുക്കൊരു കാര്യം പറയാം, ഈ ആണും ഈ പെണ്ണും എന്താകുന്നു, ഒരേ സ്പീഷീസ് ആകുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കടാ, നായയും പൂച്ചയും തമ്മിൽ ക്രോസ് ചെയ്ത കുട്ടികൾ ഉണ്ടാവാറുണ്ടോ? ക്രോസിങ് ആയി നടക്കാറില്ലേ? കാരണം എന്താ, അവർ രണ്ടും വ്യത്യസ്ത സ്പീഷീസ് ആണ്. റെഡി അല്ലേടാ? അപ്പൊ സ്വാഭാവികമായിട്ടുള്ള പ്രത്യുൽപാദനത്തിലൂടെ, ലൈംഗിക പ്രജനനത്തിലൂടെ പ്രത്യുൽപാദന ശേഷിയുള്ള സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ജീവികളുടെ ഗണമാണ് എന്ത്, സ്പീഷീസ് എന്ന് പറഞ്ഞാൽ. റെഡിയിലേടാ? എന്നിട്ട് നമ്മൾ ടൈഗറിന്റെയും അതുപോലെ തന്നെ കൊക്കോസ് ന്യൂസിഫറ, നമ്മുടെ കൊക്കനട്ട് തേങ്ങയുടെയും ജസ്റ്റ് ലെവൽസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഒന്ന് പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ടൈഗർ വരുന്ന കിങ്ഡം ആനിമേലിയയിലാണ്. അതിൽ തന്നെ ഫൈലം, നമുക്കറിയാം നെട്ടലുള്ള ജീവികളുടെ ഫൈലമാണ് ഫൈലം കോർഡേറ്റ എന്ന് പറയുന്നത്. അതിൽ തന്നെ ക്ലാസ് മമ്മേലിയയാണ്. ഓർഡർ കാർണിവോറയാണ്. ഫാമിലി ഫെലിഡയാണ്. അതുപോലെ തന്നെ ജീനസ് എന്ന് പറഞ്ഞ പാന്തറ ജീനസിലെ സ്പീഷീസ് ടൈഗ്രീസ് എന്ന് പറയുന്ന സ്പീഷീസിലാണ് ആര് വരുന്നത്, നമ്മുടെ ടൈഗർ വരുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരാളാണ് നമ്മുടെ കോക്കനട്ട് അഥവാ തേങ്ങയുടെ കിങ്ഡം എന്ന് പറഞ്ഞാൽ പ്ലാന്റേ ആകുന്നു. ഡിവിഷൻ മാഗ്നോലിയോഫൈറ്റ. അല്ല പക്ഷേ ഡിവിഷൻ എന്താ, നമ്മുടെ ജന്തുക്കളെ കേസിലെ ഫൈലം ഇല്ലേടാ, ഫൈലം. ഈ ഫൈലമാണ് സസ്യങ്ങളെ കേസിൽ, നമ്മുടെ ആനിമൽ കേസിലെ ഫൈലമാണ് പ്ലാന്റ്സിന്റെ കേസിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. രണ്ടും സെയിം അർത്ഥമാണ്. ക്ലാസ് ലിലിയോപ്സിഡ ക്ലാസ് ആണ്. ഓർഡർ അരിക്കേസ് ആണ്. ഫാമിലി അരിക്കേസിയ ഫാമിലിയിലാണ് തെങ്ങ് വരുന്നത്. കൊക്കോസ് ജീൻസ് ആണ്. ന്യൂസിഫറ സ്പീഷീസ് ആണ് കേട്ടോ. അപ്പോൾ കൊക്കോസ് ന്യൂസിഫറ എന്നാണ് നമ്മുടെ തെങ്ങിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറഞ്ഞാൽ. മക്കൾ അതൊന്ന് പഠിച്ചിട്ട് പോകണേ കേട്ടോ. റെഡി. അടുത്ത നമ്മുടെ സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. വിവിധ വർഗീകരണ രീതികളുണ്ട്. 2 കിങ്ഡം ഉണ്ട്, 3 കിങ്ഡം ഉണ്ട്, അതുപോലെ തന്നെ 5 കിങ്ഡം, 6 കിങ്ഡം, ഇങ്ങനെ വ്യത്യസ്ത രീതികളാണ് നമുക്ക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് ആണ് പഠിക്കാനുണ്ടാകുക. ആദ്യം എന്താണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലേ? 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ആരാ?
കാൾ ലിനേഴ്സ് കൊണ്ടുവന്ന ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ജീവികളെ രണ്ടെണ്ണം ആക്കിയിട്ട് മാറ്റി അല്ലേ. ആനിമൽസ് എന്നും പ്ലാന്റ്സ് എന്നും, സസ്യങ്ങളെന്നും ജന്തുക്കളെന്നുമാണ് നമ്മുടെ കാൾ ലിനേഴ്സ് രണ്ട് ആക്കിയിട്ട് മാറ്റിയത്. പിന്നീട് വന്ന ഏണസ്റ്റ് ഹക്കിൾ 17th സെഞ്ച്വറിയിൽ 3 കിണ്ടങ്ങളാക്കിയിട്ട് മാറ്റി. ഏണസ്റ്റ് ഹക്കിൾ ആനിമൽസ് എന്നും പ്ലാന്റ്സ് എന്നും പ്രൊട്ടിസ്റ്റ എന്നും ആക്കിയിട്ട് മാറ്റി. അഥവാ ജന്തുക്കള് സസ്യങ്ങള്. ഇതിൽ രണ്ടിലും പെടാത്ത ഒരുപാട് ജീവികൾ ഇല്ലടാ, സൂക്ഷ്മജീവികളടക്കം വരുന്ന ജീവികൾ, അവരെല്ലാവരും കൂടി എന്ത് ചെയ്തു, പ്രൊട്ടിസ്റ്റ ആക്കിയിട്ട് മാറ്റി. അതിൽ നിന്നും സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ ഇതും ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് 1969 റോബർട്ട് എച്ച് വിറ്റാക്കർ അഥവാ RH വിറ്റാക്കർ 5 കിണ്ടം കൊണ്ടുവന്നു. കിണ്ടം മൊനീറ, കിണ്ടം പ്രൊട്ടിസ്റ്റ, കിണ്ടം ഫഞ്ചൈ, കിണ്ടം പ്ലാന്റ്, കിണ്ടം ആനിമേലിയ. ഇതിൽ എല്ലാ ബാക്ടീരിയകളും വന്നിരുന്ന ഗ്രൂപ്പാണ് ഏത്, കിണ്ടം മൊനീറ എന്ന് പറയുന്നത്. ഈ കിണ്ടം മൊനീറയുള്ള ബാക്ടീരിയകൾ തന്നെ 2 തരത്തിലാണെന്ന് മനസ്സിലാക്കിയിട്ട് കാൾ വൗസ് കൊണ്ടുവന്നിട്ടുള്ള സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് 6 കിണ്ടം ക്ലാസിഫിക്കേഷൻ. ആരാ കൊണ്ടുവന്നടാ? കാൾ വൗസ് കേട്ടോ. 6 കിണ്ടം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് കാൾ വൗസ് ആകുന്നു. റെഡി അല്ലേടാ? അതിൽ തന്നെ എന്താ ചെയ്തത്, ഈ മുനീറയെ 2 ആക്കിയിട്ട് മാറ്റി അല്ലേ. ആദ്യം ഉണ്ടായിരുന്ന 4 ഇവിടെയുണ്ട്, ഇവയുള്ള പുതിയ 2 ഉണ്ട് അല്ലെ. മൊത്തം 6 കിണ്ടങ്ങളാണ്. ഈ 2 എന്ന് പറഞ്ഞത് ഏതൊക്കെയാടാ? ഒന്ന് യു ബാക്ടീരിയയാണ്, രണ്ടാമത്തത് ആർക്കി ബാക്ടീരിയ ആണ് കേട്ടോ. ആർക്കി ബാക്ടീരിയ. ഇങ്ങനെ മൊത്തം 6 കിണ്ടങ്ങളാക്കിയിട്ട് കാൾ വൗസ് ആണ് മാറ്റിയത്. ജസ്റ്റ് നോക്കാം അല്ലെ. 2 കിണ്ടം ക്ലാസിഫിക്കേഷൻ പിതാവ് എന്ന് അറിയപ്പെടുന്നത് കാൾ ലിനേഴ്സ് ആണ്. ഭൂലോകത്തിലെ എല്ലാ ജീവികളെയും ആനിമൽസ് എന്നും പ്ലാന്റ്സ് എന്നും ജന്തുക്കളെന്നും സസ്യങ്ങളെന്നാക്കിയിട്ട് മാറ്റി. അപ്പോഴാണ് ചോദ്യം വന്നത്, അല്ല മാഷേ ഞങ്ങൾക്ക് എന്താ മണ്ടന്മാരോ? ഞങ്ങൾ ഈ അമീബകള്, ബാക്ടീരിയകള്, ഫംഗസിലെ പൂപ്പല്, ഞങ്ങൾക്ക് എന്താ മണ്ടന്മാരാണോ മാഷേ അല്ലെ? ഞങ്ങൾക്ക് എന്താ മാഷേ പൊട്ടന്മാരാണോ അല്ലെ? ചോദ്യം വന്നു. അപ്പൊ അവരെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് പുതിയ കിണ്ടം കൊണ്ടുവന്നു. അതാരാണ് കൊണ്ടുവന്നതാടാ? RH വിറ്റാക്കർ. എല്ലാ പ്രശ്നം സോൾവ് ആക്കാൻ വേണ്ടി അല്ലേ ആണ് വിറ്റടിച്ചു ആകെ വിറ്റില്ലേ. റോബർട്ട് എച്ച് വിറ്റാക്കർ 5 കിണ്ടം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. വളരെ സിമ്പിൾ അല്ലേടാ. റെഡി. അടുത്ത് മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ എന്നിങ്ങനെ 5 കിണ്ടമാണ് ആര് കൊണ്ടുവന്നത്? 5 കിണ്ടം ക്ലാസിഫിക്കേഷനിൽ റോബർട്ട് എച്ച് വിറ്റാക്കർ കൊണ്ടുവന്നത്. ഈ 5 കിണ്ടം ക്ലാസിഫിക്കേഷനിൽ നമ്മുടെ കിണ്ടം മൊനീറയിൽ എന്തോ ചില പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയ നമ്മുടെ കാൾ വൗസ് എന്ത് ചെയ്തടാ? മൊനീറയെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അഥവാ കിണ്ടം മൊനീറയെ വിഭജിച്ചുകൊണ്ട് ആർക്കി ബാക്ടീരിയകൾ, യു ബാക്ടീരിയ എന്ന് 2 പുതിയ കിണ്ടങ്ങളെ രൂപപ്പെടുത്തി മൊത്തം 6 കിണ്ടങ്ങളാക്കിയിട്ട് മാറ്റി അല്ലെ. 6 കിണ്ടം ക്ലാസിഫിക്കേഷൻ ആക്കിയിട്ട് മാറ്റി. ആരാ മാറ്റിയത്? കാൾ വൗസ് ആണ് മാറ്റിയത്. അടുത്ത ഒരു ചെറിയൊരു പോയിന്റ് പറയാനുണ്ട്. ഭൂലോകത്തിലെ എല്ലാ മനുഷ്യന്മാരും ഒരേ സ്പീഷീസ് ആണ്. അമേരിക്കക്കാരനായിക്കോട്ടെ, ഇന്ത്യക്കാരനായിക്കോട്ടെ, ചൈനയാവട്ടെ, മംഗോളിയൻസ് ആവട്ടെ, ടിബറ്റൻ ആവട്ടെ, ആരും ആവട്ടെ, മനുഷ്യനാണോ? എന്നാൽ എല്ലാ മനുഷ്യന്മാരും എന്താടാ? ഒരേ സ്പീഷീസ് ആകുന്നു. എന്ന് വെച്ചാൽ ഭൂലോകത്തിലെ ഏതൊക്കെ 2 ഓപ്പോസിറ്റ് ജെൻഡറുകളിൽ ആണും പെണ്ണും തമ്മിൽ ക്രോസ് ചെയ്താലും കുട്ടികൾ ഉണ്ടാകും. ആ കുട്ടികൾ അടുത്ത തലമുറ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ടാകും. എന്ന് വെച്ചാൽ എല്ലാവരും ഒരേ സ്പീഷീസ് ആകുന്നു. പിന്നെ അവർ ജീവിക്കുന്ന ജോഗ്രഫിയുടെ ആ പ്രദേശത്തിന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ആ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളിലെ ചിലർ കണ്ണ് ചെറുതായിരിക്കും, ചിലരുടെ നിറം ഒന്നൊരു വെളുത്തിട്ടായിരിക്കും, ചിലപ്പോൾ ഒന്ന് ഡാർക്ക് ഫെയർ ആയിരിക്കും അല്ലെ. ഇങ്ങനെ വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ മനുഷ്യന്മാർ ജീവിക്കുന്ന ജിയോഗ്രഫിക്കൽ സ്പെഷ്യാലിറ്റിക്ക് അനുസരിച്ചിട്ടാണ്, ആ ഭൂപ്രദേശത്തിന്റെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ടാണ് അവർക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അവസാനത്തെ ഒരു പോയിന്റാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ ദ്വിനാമ പദ്ധതി എന്ന് പറയുന്നത്. നമ്മൾ നോക്കട്ടെ, ഈ കർമൂസ എന്ന് പറയുന്ന അല്ലെങ്കിൽ കപ്ലങ്ങ എന്ന് വിളിക്കുന്ന, പപ്പായ എന്ന് വിളിക്കുന്ന, ഓമക്ക എന്ന് വിളിക്കുന്ന ഇതിന് നമ്മൾ ഈ ഇട്ടാവട്ടത്ത് ഈ കേരളത്തിൽ മാത്രം 4-ലധികം പേരുകൾ നമ്മൾ ഇതിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭൂലോകത്തിന് മൊത്തം കണക്കാക്കുകയാണെങ്കിൽ ഇതിന് വിവിധ പേരുകളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ആർക്ക്? ഈ പാവപ്പെട്ട പപ്പായക്ക്. അത് പ്രശ്നമാവൂലടാ? അത് സാധ്യമാണോ ഇല്ലേ? ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുമ്പോഴും ഇത് പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ നമ്മുടെ അന്തർദേശീയമായിട്ട് ഇന്റർനാഷണൽ ഇത് ഭയങ്കര പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് ഭൂലോകത്തിലെ എല്ലാ മനുഷ്യന്മാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പേര് നമ്മളൊരു ജീവിക്ക് കൊടുക്കും, അല്ലെങ്കിൽ ഒരു സസ്യത്തിന് കൊടുക്കും. ആ സാധനമാണ് മക്കളെ എന്ത്? സയന്റിഫിക് നെയിം, ശാസ്ത്രീയ നാമം. ഇങ്ങനെ ശാസ്ത്രീയ നാമത്തിന് കൊണ്ടുവന്നിട്ടുള്ള ഒരു രീതിയാണ് എന്ത്? ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് വെച്ചാൽ എന്താടാ? ദ്വിനാമ പദ്ധതി. ജീവികൾ ശാസ്ത്രീയമായി പേര് നൽകുന്ന രീതി ആവിഷ്കരിച്ചത് ആരാടാ? കാൾ ലിനേഴ്സ് ആണ്. അഥവാ ദ ഫാദർ ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചറും ആര് തന്നെയാകുന്നു? കാൾ ലിനേഴ്സ് ആകുന്നു. വർഗീയ തലത്തിലെ ജീനസിന്റെ നാമവും സ്പീഷീസിന്റെ നാമവും
ചേർത്തിട്ടാണ് നമ്മൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ സെറ്റ് ചെയ്യാറുള്ളത്. അഥവാ നമുക്കറിയില്ലടാ KPCOGS. ഈ ജിയും എസും കൂട്ടിയിട്ടാണ് സയന്റിഫിക് നെയിം ഉണ്ടാക്കാറുള്ളത്, ശാസ്ത്രീയ നാമം നമ്മൾ രൂപപ്പെടുത്താറുള്ളത്. സിമ്പിൾ അല്ലേടാ? നോക്കിക്കേ, അടുത്ത എന്താ, അതിനെക്കുറിച്ച് റൂൾസ് ഉണ്ട്. എല്ലാവർക്കും തോന്നിയ പോലെ തോന്നിയ മാതിരി പേരിടാനൊന്നും പറ്റൂല കേട്ടോ. ആദ്യത്തെ പേര് ജീനസിന്റെ നാമമായിരിക്കണം, രണ്ടാമത് സ്പീഷീസിന്റെ നാമമായിരിക്കണം. ഇതിൽ തന്നെ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ആദ്യത്തെ നെയിം അഥവാ ജീനസിന്റെ നാമം എപ്പോഴും ക്യാപിറ്റലായിരിക്കണം, ബാക്കിയുള്ള എല്ലാതും സ്മോൾ ലെറ്ററിലായിരിക്കണം, ലാറ്റിനോ അല്ലെങ്കിൽ ലാറ്റിനൈസ്ഡോ ആക്കണം. അതുപോലെ തന്നെ നമ്മൾ അച്ചടിക്കുന്ന സമയത്ത് പ്രിന്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ശാസ്ത്രീയ നാമങ്ങൾ ചരിച്ചിട്ട് അല്ലെങ്കിൽ ഇറ്റാലിക്സിലാണ് പ്രിന്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരുപാട് തരത്തിലുള്ള ഇതിൻ്റെ എന്തുണ്ടടാ റൂൾസ് ഉണ്ട്. ആ റൂൾസ് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് സയന്റിഫിക് നെയിം നമ്മൾ പഠിക്കാനും പഠിപ്പിക്കാനും എഴുതാനൊക്കെ പറ്റുള്ളൂ. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണ്ടടാ, കുറച്ച് ജീവികളെ ശാസ്ത്രീയ നാമം പഠിക്കാനുണ്ട്, നോക്കാനുണ്ട്, പഠിച്ചിട്ട് പോകണം കേട്ടോ. കടുവ ടൈഗറിൻ്റെത് പാന്തറ ടൈഗ്രിസ് എന്നാണ്. കോക്കനട്ട് തെങ്ങിൻ്റെത് കൊക്കോസ് നോസിഫറ എന്നാണ് ശാസ്ത്രീയ നാമം. ഡോഗ് ക്യാനസ് ഫെമിലിയാരിസ്, കാറ്റ് ഫെലിസ് ഡൊമസ്റ്റിക്കസ്, എലഫന്റ് ഏഷ്യൻ ആന എലിഫസ് മാക്സിമസ്, ലയൺ സിംഹം പാന്തറ ലിയോ, ആൻഡ് ഹ്യൂമൻ മനുഷ്യന്മാർ ഹോമോ സാപ്പിയൻസ്. മക്കളതൊന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എഴുതി പഠിക്കാൻ തന്നെ വേണം കേട്ടോ. റെഡി മക്കളെ, അടുത്ത അവസാനത്തെ ടോപ്പിക്കാണ് മെത്തഡോളജി ഓഫ് മോഡേൺ ക്ലാസിഫിക്കേഷൻ അഥവാ വർഗീകരണത്തിലെ പുതുവഴികൾ എന്ന് പറയുന്നത്. അപ്പൊ പണ്ടത്തെ പോലെ തന്നെ അല്ലേ, നമ്മൾ ജീവിയെ നോക്കുന്നു, ഉപകാരം ഉണ്ടോ എന്നങ്ങോട്ട് നിൽക്ക്, ഉപദ്രവമാണെന്ന മാരിക്ക്, ചോപ്പ് ചോര എന്നങ്ങോട്ട് ഇവിടെ കേട്ടോ, ചുവപ്പ് ചോരല്ല പോക്കെ അവിടെ നിന്ന് അല്ലേ. ഇങ്ങനെ ചുവപ്പ് ചോരുള്ളവര്, ഉപകാരമുള്ളവര്, രസമുള്ളവര്, രസമില്ലാത്തവര്, ഇങ്ങനെയൊക്കെ വർഗീകരിക്കുന്നത് അത് പഴയ രീതിയാണ്. ഇപ്പൊ പുതിയ രീതിയിൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത് അറിയെങ്കിൽ പരിണാമ ബന്ധം, ജനിതകപരമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഒരു ജീവിയെ തരം തിരിക്കാറുള്ളത്. അഥവാ ടുഡേ ഓർഗാനിസംസ് ആർ ക്ലാസിഫൈഡ് ബൈ കൺസിഡറിങ് ബോത്ത് എവല്യൂഷണറി ആൻഡ് ജനറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്. പരിണാമപരവും ജനിതകപരവുമായിട്ടുള്ള സവിശേഷതകൾ കൂടി പരിഗണിച്ചു കൊണ്ടാണ് പുതിയ കാലത്ത് നമ്മൾ ജീവികളെ വർഗീകരിക്കാറുള്ളത് എന്ന പോയിന്റ് കൂടി പഠിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ ഈ പാഠം പെട്ടെന്നൊന്ന് ക്വിക്ക് റിവൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെ ഫാസ്റ്റായിട്ടാണ് പോയത്, കളിയും ചെറിയൊന്നും പറഞ്ഞില്ല, തമാശ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ, സീരിയസ് ആയിട്ട് ക്ലാസ് എടുത്തത് കേട്ടോ. അപ്പോൾ ഒന്ന് ഉഷാറായിട്ട് പഠിക്കുക, ക്രിസ്മസ് എക്സാമും പൊളിക്കണം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കളേതാ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID കൊടുത്തിട്ടുണ്ട്, നേരെ എന്ത് ചെയ്യടാ IDയിലോട്ട് വരിക, മെസ്സേജ് അയക്കുക, ഡൗട്ടുകൾ ചോദിക്കുക, ഞാൻ കാണുന്ന മുറയ്ക്ക് എനിക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് എക്സാമും നമ്മുടെ മെയിൻ പബ്ലിക് എക്സാമും ഒക്കെ എജ്യൂപോണ്ട് കൂടെ തൂക്കാൻ റെഡിയാണെങ്കിൽ അവിടെ സ്ക്രോൾ ഇങ്ങനെ പോകുന്നുണ്ട്, ജസ്റ്റ് ആ നമ്പർക്ക് ഒരു ഹായ് അയച്ചിട്ട് ചോദിക്കുക, എജ്യൂപോണ്ട് കൂടെ ജോയിൻ ചെയ്യട്ടോ. ബൂസ്റ്റർ ബാച്ച് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്, എല്ലാവരും ജോയിൻ ചെയ്യട്ടോ. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് എക്സാമിന് ഓൾ ദി ബെസ്റ്റ്.